നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 61. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 61. പ്രഥമ സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഭക്തന്മാരുടെ സംസർഗം കൊണ്ടാണല്ലോ ഭക്തി ഉണ്ടാകുക. അതൊരു പ്രസ്താവനയായിട്ട് നമ്മൾ എടുക്കണം, മുഖവിലേക്ക് എടുക്കണം. സജ്ജനങ്ങളായിട്ട് ഇടപഴകുക, സജ്ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഭക്തിയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭക്തിപരമായ ലേഖനങ്ങൾ അത് ഒരു തരം അനുകരണ ഭക്തിയല്ല, അനുഭവ ഭക്തി. അനുഭവം എന്നുള്ളത് ലൗകിക മുന്നേറ്റം അല്ല, ആധ്യാത്മിക മുന്നേറ്റത്തിൽ എന്ത് നേടി അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് എല്ലാറ്റിലും യെല്ലോ പേജസ് ഉണ്ട്. ലൗകികത്തിലും യെല്ലോ പേജസ് ഉണ്ട്, ആധ്യാത്മികത്തിലും യെല്ലോ പേജസ് ഉണ്ട്. എന്താ യെല്ലോ പേജസ് എന്ന് പറഞ്ഞാൽ? മസാലകൾ, അത് വേണ്ട. അപ്പോൾ ആധ്യാത്മിക നിഷ്ഠയുടെ പ്രധാനമായിട്ടുള്ള കാര്യം മനഃശാന്തി, സമാധാനം, ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം. അതെന്താ ചോദിച്ചാൽ അനുഭവിക്കാമെന്നല്ലാണ്ട് ഇന്നതാന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. വീഴാൻ പോയി വീണില്ല, അതൊരനുഭവമാണ്. വീണെന്ന് വിചാരിച്ചില്ല, വീണു, അതൊരു ദുരാനുഭവമാണ്. വീഴില്ല എന്ന് വിചാരിച്ചു, വീണു, അതൊരു ദുരാനുഭവമാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പറയണു അതിനുള്ള അവസരം മഹാദുർലഭം. ഏതിന്? ഭക്തന്മാരുമായിട്ടുള്ള സംസർഗത്തിന് അവസരം ദുർലഭം എന്നല്ല, മഹാദുർലഭം എന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ പേര് കേട്ട ആചാര്യന്മാർ അവരുടെ റെസ്റ്റ് റൂമിലിരിക്കുമ്പോൾ ധനവാന്മാർക്ക് ഫ്രീ ആയിട്ട് കയറിപ്പോവാം. ഒരു സാധാരണക്കാരൊരാൾക്ക് കയറിപ്പോകാൻ സമ്മതിക്കില്ല. അതാ അവരുടെ ക്ലാസ് കോൺഷ്യസ്നെസ്സാണ്. ഭക്തിക്ക് ക്ലാസ് കോൺഷ്യസ് ഇല്ല. അതറിയണമെന്നുണ്ടെങ്കിൽ പൂന്താനം തിരുമേനിയുടെയും നാരായണ ഭട്ടതിരുടെയും ജീവിത രീതിയിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഭഗവാൻ തന്നെ അശരീരിയിൽ പറയേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ഭട്ടതിരി, അങ്ങയുടെ വിഭക്തി കൊള്ളാം, കുഴപ്പമില്ല, പക്ഷേ എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തിയാണ് കൂടുതൽ ഇഷ്ടം, എനിക്ക് പ്രീതിജനകമായിട്ടുള്ളത് എന്ന് പറയിക്കണമെന്നുണ്ടെങ്കിൽ ഈഗോ ക്ലാഷ് ഈശ്വരൻ അനുവദിക്കണില്ല എന്നുള്ളത് 100-110% ശരിയാണ്. അത് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണില്ല? അപ്പോൾ അതുകൊണ്ട് മനുഷ്യ ശരീരമാകുന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ ഫലം ശ്രീകൃഷ്ണ പ്രാപ്തി ആകയാൽ നിങ്ങൾ ശ്രീകൃഷ്ണനെ ഭജിക്കുവിൻ എന്ന് സാരം. ഈ ശരീരം എന്താ? ശരീരം തന്നെ കൽപ്പകവൃക്ഷമാണ്. ശരീരം കൊണ്ടാണ് മുമുക്ഷത്വം നേടുന്നത്. ശരീരം കൊണ്ടാണ് മമതയിൽ കൂടെ നരകം അനുഭവിക്കുന്നത്. അപ്പോൾ കൽപ്പകവൃക്ഷം എന്താ ആഗ്രഹിക്കണോ അത് ശരീരം തരും. പക്ഷെ എന്തേ ആഗ്രഹിക്കാവൂ? ആധ്യാത്മികേ ആഗ്രഹിക്കാവൂ. അപ്പോൾ ഈ ആധ്യാത്മികം എന്നുള്ളത് പിടിവാശിക്കാർക്കുള്ളതല്ല, വാശി നാശാണ് എന്ന് അറിയും വേണം. അപ്പോൾ കഴിയുന്നിടത്തോളം താഴ്മയുണ്ടോ, ലൗകികത നശിക്കും ചെയ്യും, ആധ്യാത്മിക വിജയിക്കും ചെയ്യും. അപ്പോൾ അർഹമായ ലൗകികത
അനുഭവിച്ചും കൊണ്ട്, എന്താ അങ്ങനെ പറയാൻ കാരണം, ഭുക്തിമുക്തിപ്രദ ഒരു പ്രമാണമുണ്ട്. ഭഗവാൻ അവരവർ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഭുക്തി അനുഭവിച്ചതിൻ്റെ ശേഷം മാത്രമേ മുക്തി തരുള്ളൂ. ഭുക്തി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ലൗകികത തന്നെ അർത്ഥം. അർഹമായ രീതിയിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, വീട്, കാറ്, കോപ്പൊക്കെ ആവാം. അർഹമായ രീതിയിൽ, അനർഹമായ രീതിയിൽ പറ്റില്ല എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു, വേദാദികളെ മുഴുവനും പഠിച്ച ശ്രീ ശുഗനാരദാദി മുനിമാരും ആസ്വദിക്കുന്നത് ശ്രീകൃഷ്ണനെയാണെന്ന് ശുഗമുഖാത്ത്, ശുഗൻ മുതലായവരാൽ അനുഭവിക്കപ്പെടുന്നത് എന്ന് കാണിച്ചതിൽ നിന്ന് മനസ്സിലാക്കണം. നാരദമുനിയും ശുഗബ്രഹ്മർഷിയും ഒക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അവരൊക്കെ ഭാഗവതോത്തമന്മാരാണ്. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള അവസ്ഥ എന്താ? നിമ്മതി, മനസ്സിന് ക്ലേശമില്ലായ്മ. അപ്പോൾ അതിന്മീതെ പ്രാപിക്കത്തക്കതായിട്ടൊന്നുമില്ല എന്നും മനസ്സിലാക്കണം. ഏതിന്മീതെ? നിന്മതി, മനസ്സമാധാനം, മനഃശാന്തിക്ക് മീതെ ഒരു പ്രതലമില്ല പ്ലസ്സായിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? വേദാനാം ച ഇഹ സംഘാനാം ഇതിഹാസ പുരാണയോ അധ്യാപനാദി സാഫല്യം ശ്രീകൃഷ്ണം ഭജതാം ഭവേത്. അധീത്യ ചതുരോ വേദാൻ യോ ന ധ്യായേത കേശവം വൃഥാശ്രമോ ഭവത്തേസ്യ പിഷ്ടം പിഷ്ടവതോ യഥാ. വലിയൊരു പ്രമാണം പറഞ്ഞ് മനസ്സിലാക്കിയത്. വേദങ്ങൾ, വേദാംഗങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഇവയെ പഠിക്കുക. പുരാണങ്ങൾ എന്ന് മാത്രം അല്ല, അല്ലെങ്കിൽ നാരായണീയം എന്ന് മാത്രം പറഞ്ഞില്ല, ഭാഗവതം എന്ന് മാത്രം പറഞ്ഞില്ല. അപ്പോൾ വേദങ്ങളും പഠിക്കണം, ഉപനിഷത്തുകൾ പഠിക്കണം, ഇതിഹാസങ്ങൾ പഠിക്കണം, പുരാണങ്ങൾ പഠിക്കണം. എന്നാൽ പഠിക്കുക, പഠിപ്പിക്കുക. ഞാൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അത് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പഠിക്കണം, പഠിപ്പിക്കണം മുതലായത് കൊണ്ടുള്ള ഫലം ശ്രീകൃഷ്ണനെ ഭജിക്കുന്നവർക്ക് സിദ്ധിക്കും. അതായത് ഇതിഹാസങ്ങൾ പഠിച്ചു, വേദങ്ങൾ പഠിച്ചു, പുരാണങ്ങൾ പഠിച്ചു. എന്നാൽ എന്താ ഗുണം? ശ്രീകൃഷ്ണനെ ഭജിച്ച ഫലം കിട്ടും. കാരണം ഈ ഭാഗവതം തന്നെ പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കൃഷ്ണൻ്റെ രൂപമാണ്. അത് വാഗ്മയി രൂപമാണ് ഗ്രന്ഥം. സ്ഥൂലമോ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതുകൊണ്ടാണ് അതിനെ മഞ്ഞപ്പട്ട് ഉടുപ്പിക്കണം, അതിന് അർച്ചന ചെയ്യണം, നിവേദ്യം ചെയ്യണം, അതിന് നമസ്കാരിക്കണം, അതിന് പ്രദക്ഷിണം ചെയ്യണം. ഒരു വീട്ടിൽ ഒരു പ്രതിഷ്ഠ വേണ്ട, ഒരു ഭാഗവതം വെച്ച് അതിന് വിളക്ക് വെച്ചാൽ മതി. അപ്പോൾ ഭഗവാന്റെ എല്ലാ സ്ഥായിയായിട്ടുള്ള ഗുണഗണങ്ങളും ആ ഗൃഹനാഥനെ അല്ലെങ്കിൽ ആ ഗൃഹനാഥയെ തേടി വരാതെ കണ്ടിരിക്കില്ല. ഞാൻ ബോംബെയിൽ ഇരിക്കുമ്പോൾ ബദലാപൂർ രാമദാസ് മിഷൻ ആശ്രമത്തിലെ മഠാധിപതി ശ്രീ കൃഷ്ണാനന്ദ സരസ്വതി തിരുവടികളെ കണ്ടുമുട്ടാനിടയായി. അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ സപ്താഹം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ആശ്രമത്തിൽ പോയപ്പോൾ ഒരു ശ്രീകോവിൽ എന്തിനാ വേദങ്ങളെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വേദങ്ങൾ എന്താ അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് ചോദിച്ചാൽ, സനാതനധർമ്മം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹിന്ദുക്കളെ എന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥമാണ് വേദങ്ങൾ. ചിലവർ ഭഗവത്ഗീത, രാമായണം എന്നൊക്കെ പറയും. അതൊന്നുമല്ല, വേദങ്ങൾ. അപ്പോൾ വേദമാകുന്ന അംബിക, വേദാംബിക ആണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്, അമ്മ. അപ്പോൾ ഇവിടെ പറഞ്ഞു, 4 വേദങ്ങളെ പഠിച്ചിട്ടും ശ്രീകൃഷ്ണനെ ധ്യാനിക്കാത്തവൻ്റെ അധ്യയനാദികൾ വ്യർത്ഥമായ പരിശ്രമം മാത്രം. അപ്പോൾ വേദങ്ങൾ പഠിച്ചതുകൊണ്ടായില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിക്കാൻ സാധിക്കണം. എന്തിനാണ് ധ്യാനിക്കണത്? മനസ്സ് വേറെ ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല. മനസ്സിനെ കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് ധ്യാനിക്കണത്. മനസ്സ് പുറത്തു പോയാൽ മനസ്സിലുള്ള ചൈതന്യം പോയില്ലേ? അപ്പോൾ നമ്മുടെ ശരീരം എന്തായി? ശവായി. പരകായ പ്രവേശം
ഒരു ശരീരത്തിൽ നിന്ന് പോയി അതിലേക്ക് തന്നെ വരുമ്പോൾ ഇൻ ബിറ്റ്വീനുള്ള സമയം നമ്മുടെ ശരീരം എന്താണ്? നിർജീവമാണ്. ഇപ്പോൾ ഒരു കട്ടിലിൽ ഭാര്യയും ഭർത്താവും കൂടി ഇരിക്കുകയാണ്. ഐദർ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മനസ്സ് വേറെ എവിടെയെങ്കിലും പോയാൽ ഓപ്പോസിറ്റ് സെക്സ് ആൾ അത് ശരീരത്തിന്, ജീവനില്ലാത്ത ശരീരത്തിനെയാണ് ത്തിനോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ തൊട്ട് തലോടുന്നത്. അങ്ങനെ അതിൻ്റെ വ്യാപ്തി അത്രയും ഉണ്ട്. അപ്പം മനസ്സറിഞ്ഞ് മനസ്സ് സമർപ്പിച്ചുകൊണ്ട് മനസ്സോടുകൂടി ഈശ്വരഭജനം നടത്തണം. മനസ്സോടുകൂടി ഈശ്വരഭജനം നടത്തണം എന്ന് പറഞ്ഞാൽ മനസ്സിലെ ഈശ്വരീയത എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ അരച്ചതിനെ തന്നെ അരയ്ക്കുന്നവൻ്റെ അനുഭവമാണ് അവർക്കുള്ളത്. അരച്ചതിനെ അരയ്ക്കേണ്ട ആവശ്യമില്ല. അവിയലിന് അരയ്ക്കേണ്ട, അവിയലിന് ചതച്ചാൽ മതി. സാമ്പാറിന് ചതച്ചാൽ പോരാ, അരയ്ക്കന്നെ വേണം. ഇഡ്ഡലിക്ക് അരിമാവ് 3/4 അല്ലെങ്കിൽ ഒരു 80% അരച്ചാൽ മതി. ദോശയ്ക്ക് അതുപോലെ 100% അരയ്ക്കണം. അപ്പം ഇതൊക്കെ അറിവാണ്. ഈ അറിവ് ഈശ്വരനെ പറ്റിയായാൽ, സർവേശ്വരനെ പറ്റിയായാൽ ജീവിതത്തിൽ കല്ലും മുള്ളും കുത്തില്ല. അപ്പോൾ ഇനിയും ജനിക്കുകയും പഠിക്കുകയും മരിക്കുകയും തന്നെ ഫലം എന്ന് സാരം, പൂർണ്ണമാവണില്ല. അപ്പോൾ ഇഹത്തിലും പരത്തിലും സ്വസ്ഥയും സമാധാനവും ശാന്തിയും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ പാദാംഭോജത്തിൽ, ശ്രീകൃഷ്ണൻ്റെ തിരുപാദപത്മങ്ങളാകുന്ന അല്ലെങ്കിൽ അംബുജമാകുന്ന, അംബുജ സദൃശമായ, അതായത് അതിൻ്റെ ട്രാൻസ്പെറൻസി കൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ചെമ്പരത്തി എന്ന് പറഞ്ഞില്ലല്ലോ, താമര എന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇനിയും ജനിക്കുകയും പഠിക്കുകയും മരിക്കുകയും തന്നെ ഫലമെന്ന് സാരം. ഭഗവാൻ ബ്രഹ്മകാർഷ്ണ്യേന ത്രിരന്വേഷ്യ മനീഷയാ തതദ്ധ്യവസ്യൽ കൂടസ്ഥോ രതിരാത്മന്യതോ ഭവേത്. ഒരു പ്രമാണം എന്താ? സകല വേദഭാഗങ്ങളെയും 3 പ്രാവശ്യം മനസ്സിരുത്തി പരിശോധിച്ച ബ്രഹ്മാവ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് പരമാത്മാവിൽ പരമപ്രേമമുണ്ടായാൽ മുഴുവൻ വേദാർത്ഥവും അനുഷ്ഠാനത്തിൽ വന്നു കഴിഞ്ഞുവെന്നാണ് എന്ന് ദ്വിതീയ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭാഗവത പ്രഭാഷണം ഞാൻ എങ്ങനെ നമ്പർ ചെയ്യണത്? 1-1-1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1-ാമത്തെ സ്കന്ധം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം, 1-1-2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1-ാമത്തെ സ്കന്ധം 1-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം. അപ്പോൾ ആദ്യത്തെ ലെറ്റർ സ്കന്ധം, പിന്നെ അധ്യായം, പിന്നെ ശ്ലോകം. ഇതാണ് ഇതിൻ്റെ ഒരു യൂണിവേഴ്സൽ കോഡ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഭാഗവതം ദശമസ്കന്ധത്തിൽ ഒരു പ്രസ്താവന പറയണു. എന്താ? ദാനവ്രത തപോ ഹോമ ജപസ്വാധ്യായ സംയമേ ശ്രേയോഭിർവിവിധൈശ്ചാന്യേ കൃഷ്ണേ ഭക്തിർഹി സാധ്യതേ. അതായത് ദാനം, വ്രതം, തപസ്, ഹോമം, ജപം, വേദപാഠം, ഇന്ദ്രിയ നിഗ്രഹം. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇന്ദ്രിയങ്ങളെ ഈശ്വരന്മുഖമാക്കുക. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ലൗകികതയിലേക്ക് തിരിച്ചു വിട്ടാൽ ശാശ്വതമായിട്ടുള്ള അനുഭവം ഉണ്ടാവില്ല, നശ്വരമായിട്ടുള്ളത് ഉണ്ടാവുക. നശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, ശാശ്വതം എന്ന് പറഞ്ഞാൽ അനശ്വരമായിട്ടുള്ളത്. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിർജീവാക്കല്ല വേണ്ടത്, ഇന്ദ്രിയങ്ങളെ ടേൺ ടു ദി ഗോഡ്ലിനെസ്, ദൈവികപരമായ കാര്യങ്ങളിൽ വ്യാപരിപ്പിച്ചാൽ ഇന്ദ്രിയങ്ങൾ നമുക്ക് പോസിറ്റീവ് എനർജി തരും. നേരെ മറിച്ച് ഇന്ദ്രിയങ്ങളെ ലൗകികമായ കാര്യങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചാൽ നമ്മൾ മുരടിക്കാൻ തുടങ്ങും, ചുരുക്കി പറഞ്ഞാൽ. അതുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം ഇതുപോലെയുള്ള പലവിധങ്ങളായ ശ്രേയസാധനങ്ങൾ കൊണ്ടും സാധിക്കേണ്ടതായ കാര്യം ശ്രീകൃഷ്ണ ഭക്തി എന്ന ഒന്നു മാത്രമാണ്. ശ്രീകൃഷ്ണ ഭക്തി ഉണ്ടായാൽ, ശ്രീഹരി ഭക്തി ഉണ്ടായാൽ ഒക്കെ ശരിയായി, ഒക്കെ നേരാവും. അപ്പോൾ അതൊന്നും ഉണ്ടായാൽ സർവപുണ്യകർമ്മങ്ങളുടെയും ഫലം സിദ്ധിച്ചു എന്നാ. ശ്രീകൃഷ്ണ ഭക്തി ഉണ്ട്, വേറെ എത്ര നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അത് നെഗറ്റിവിറ്റി അല്ല, പോസിറ്റിവിറ്റിയാണ്. കുറേ
പൂജ്യങ്ങൾ എഴുതിയത് കൊണ്ട് കാര്യമുണ്ടോ? പൂജ്യത്തിൻ്റെ ഇടതുഭാഗത്ത് ഒരു നമ്പർ വന്നാൽ അതാണ് പൂജ്യത്തിനുള്ള വില. ആ 1 എന്തായിരിക്കണം? ഇവിടെ 84 ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സിൽ ഓരോ സ്പെസീസിലും കോടാനുകൂടി ജീവജാലങ്ങളുണ്ട്. അതിൽ ആര് ആത്മീയ പ്രഭാവത്തിലിരിക്കണോ അവർക്കാണ് സ്വാധീനം. എന്തിന്? ഭക്തന്മാരുടെ ഇടയിൽ. ഇപ്പോൾ ഇന്നലെ ഒരു വാട്സപ്പിൽ ഗുരുവായൂരമ്പലത്തിൽ പട്ടയിട്ട് ഒരാന പോവുക. ആന ശരിക്കും പോവല്ല ചെയ്യണത്, ഓടുക. കാരണം എന്താ വെച്ചിട്ടുണ്ടാവും, പിന്നിൽ അതിൻ്റെ പാപ്പാൻ അതിന് അടിയോടടി പൊടിയിരിക്കഞ്ഞി. അപ്പോൾ അത് ഏതോ ഒരാൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അയാൾക്കറിയില്ല, ഈ ആനക്കാരനെ അറിയില്ല. ഇനിയിപ്പോൾ ആനക്കാരനെ അറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ, ഗുരുവായൂരിലൊക്കെ യൂണിയനാണ്. തെറ്റ് ചെയ്തവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് അവിടെ. ഈ യൂണിയന് എന്തിനാ? തെറ്റ് ചെയ്യാനുള്ള ലൈസൻസാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. എനിക്കത് അവർ ചെയ്തത് തെറ്റായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രം. ഗണപതിനെയാണോ അടിക്കണത്? ഇനി അതൊന്നും വേണ്ട, ഗണപതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. സർവജീവഗുഹാശയ എന്ന പ്രമാണം വെച്ചുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനുണ്ട് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമല്ല, ഈ അടിക്കണവൻ ഏത് മാനസികാവസ്ഥയിലാണ് അടിക്കണത്? ഒന്നില്ലെങ്കിൽ മതോന്മത്തനായിട്ടുണ്ടാവണം. ആനയ്ക്കല്ല മതം, പാപ്പാനാണ് മതം. അത് തന്നയ്ക്ക് അന്നം തരുന്ന ഒരു വസ്തുവാണ് എന്നൊരു ബഹുമാനം ഉണ്ടെങ്കിൽ അതിന് തൊട്ട് തലോടും. അവനവൻ അന്നം തരുന്ന, ഇതൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്നേഹം കൊണ്ട് കീഴടക്കാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ ചോരത്തിളപ്പിൽ ആൾക്കാരെന്താ വിചാരിക്കണത്? എൻ്റെ കയ്യിൽ ഒരു വടി കിട്ടിയാൽ ഞാൻ ഏത് കൊലകൊമ്പനും വരുതിയിൽ നിർത്തും എന്ന് പറയണത് അവൻ്റെ ഭോഷത്തരാണ്. ഈ ആനകളിലും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, സ്ത്രീ, പുരുഷ, നപുംസക ഭേദവ്യത്യാസമുണ്ട്. അപ്പോൾ ചിലവരുടെ കയ്യിൽ ബ്രാഹ്മണൻ ആനയെ കിട്ടിയത് വിചാരിച്ചാൽ അത് അടികൊള്ളും, നിവൃത്തിയൊന്നുമില്ല. സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ കഴിയണ വരെ അങ്ങനെ വേണം പറയാം. അപ്പോൾ അതൊന്നുണ്ടായാൽ, ശ്രീകൃഷ്ണ ഭക്തി ഒന്നുണ്ടായാൽ സർവ്വപുണ്യകർമ്മങ്ങളുടെയും ഫലം സിദ്ധിച്ചു. ഇല്ലെങ്കിൽ അനുഷ്ഠിച്ചതായ കർമ്മങ്ങളൊന്നും ഫലിച്ചില്ല എന്ന് പറയണം. ഓരോ പുഷ്പം എടുത്ത് ഭഗവാന്റെ പാതാരവിന്ദമാണെന്ന് അനുമാനിച്ച് അർച്ചിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, അത് ശ്രീകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ എന്താ അങ്ങനെ പറയാൻ കാരണം? പരിപാലനകർത്താവായിരിക്കുന്ന മഹാവിഷ്ണു. അപ്പോൾ പരിപാലിക്കുക, ഒരു വസ്തുവിനെ ക്രിയേറ്റ് ചെയ്യാനോ അതിനെ തല്ലിപ്പൊളിക്കാനോ അല്ല പ്രയാസം, പരിപാലിക്കാനാണ് പ്രയാസം. അപ്പോൾ തമോ ഗുണം രജോ ഗുണം അല്ല പ്രധാനം, സാത്വിക ഗുണം തന്നെയാണ് പ്രധാനം. അപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത്ര നിഷ്കർഷിക്കുന്നത് എന്ന് കാണിപ്പാൻ രസം എന്ന വിശേഷണം. രസോ വൈ സ, അവിടെ രസം എന്നുള്ളതിന് ആനന്ദം എന്നാണ് അർത്ഥം. എസൻസ് എന്നുള്ള അർത്ഥമുണ്ട്, വേറൊരർത്ഥം ആനന്ദം, രസാനുഭൂതി. ഈശ്വര രസാനുഭൂതി എന്ന് പറഞ്ഞാൽ ഈശ്വരനാൽ തരുന്ന ആനന്ദം. ഈശ്വരൻ ആനന്ദസ്വരൂപനാണ്. അപ്പോൾ രസം, ആനന്ദം എന്നത് അവൻ തന്നെയാകുന്നു. ആരെ? കൃഷ്ണൻ തന്നെയാകുന്നു. അപ്പോൾ കൃഷ്ണൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തത്വമസിയായി, അയമേവ ബ്രഹ്മായി, പ്രജ്ഞാനം ബ്രഹ്മായി, അഹം ബ്രഹ്മാസ്മിയായി. അപ്പം നദികളുടെ ഒഴുക്ക് സമുദ്രപര്യന്തം എന്നതുപോലെ നദി ഏതുവരെ ഒഴുകുക? സമുദ്രത്തിൽ എത്തണ വരെ. വേണമെങ്കിൽ സമുദ്രത്തിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് നമുക്കൊരു നേർരേഖ പോണത് കാണാം ആകാശത്ത് നോക്കിയാൽ. അത് നദിയുടെ വീതിയും നദിയുടെ ഒഴുക്കിൻ്റെ ശക്തിക്കും അനുസരിച്ചിരിക്കും. അപ്പോൾ
സമുദ്രപര്യന്തം എന്നതുപോലെ ആനന്ദസമുദ്രമായ അവനെ, ആരെ? ശ്രീകൃഷ്ണനെ. അപ്പോൾ ആണോ പെണ്ണോ എന്നല്ല, സമുദ്രം ആണാണ്. സമുദ്രം എന്നുള്ളത് ആണ്, നദി എന്ന് പറഞ്ഞ പെണ്ണാണ്. പക്ഷെ ഇവിടെ സമുദ്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴവും പരപ്പും നിർണ്ണയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഏതെങ്കിലും ഒരു ഭക്തൻ പറയണു എനിക്ക് ശ്രീകൃഷ്ണനെ അറിയാം എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രീകൃഷ്ണനെ അറിയില്ല. കാരണം എന്താ? ഇത് അറിയപ്പെടാനുള്ളതാണ്, അനുഭവപ്പെടാനുള്ളതാണ്, അനുഭവിക്കലാണ്. അപ്പോൾ ആനന്ദസമുദ്രമായ അവനെ, ശ്രീകൃഷ്ണനെ പ്രാപിച്ചാൽ മാത്രമേ പോക്കും വരവും ഇല്ലാത്തതായ, അതായത് ഒരു മഹാനദി സമുദ്രത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ ഭക്തിയിൽ ലയിച്ചു കഴിഞ്ഞാൽ ഭക്തൻ എന്നുള്ളതില്ല, ഭഗവാൻ എന്നുള്ളതില്ല, ഭക്തി എന്നുള്ളതില്ല, എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ ആനന്ദസമുദ്രമായ അവനെ, ശ്രീകൃഷ്ണനെ പ്രാപിച്ചാൽ മാത്രമേ പോക്കും വരവും ഇല്ലാത്തതായ, ജനന മരണമില്ലാത്തതായ കൈവല്യ നില കിട്ടുകയുള്ളൂ. ഈ കൈവല്യ നില എന്നുള്ളതാണ് മോക്ഷം, മുമുക്ഷം, സെൽഫ് ഐഡൻറ്റിറ്റി ഇല്ലാണ്ടാവുക. അഹം ബ്രഹ്മാസ്മി, എല്ലാവരും അഹം ബ്രഹ്മാസ്മി ആയ പിന്നെ നമ്മുടെ ബ്രഹ്മാസ്മിക്ക് എന്താ വ്യത്യാസം? ഒന്നുമില്ല. അതായത് അറിവില്ലാത്തവരുടെ ഇടയിൽ ഒരു അറിവുണ്ടായാൽ അയാൾക്ക് മൂക്കില്ല രാജത്ത് മുറുമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും മുനീശ്വരന്മാരാണെന്ന് വന്നാൽ, അതുകൊണ്ടാണ് പറഞ്ഞത് പോക്കും വരവും ഇല്ലാത്തതായ, ജനന മരണമില്ലാത്തതായ കൈവല്യ നിലയെ പ്രാപിക്കുള്ളൂ. ശ്രീകൃഷ്ണൻ രസമൂർത്തിയാണെന്ന് മല്ലാനാം അശനിർനൃണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ അസദാം ക്ഷിതിഭുജാം ശാസ്താസ്വപിത്രോ ശിശു മൃത്യുർഭോജപതേർവിരാട് വിദുഷാം തത്വം പരം യോഗീനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗത സ അഗ്രജം. അതായത് കംസനെ വധിക്കുന്നതിൻ്റെ മുമ്പുള്ള മല്ലന്മാരോട് ശ്രീകൃഷ്ണ ബലരാമന്മാർ യുദ്ധം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുടെ മാനസിക നില എന്ന് ദശമസ്കന്ധത്തിലെ കംസവധഘട്ടത്തിൽ മല്ലരംഗത്തിൽ പ്രവേശിച്ച ശ്രീകൃഷ്ണമൂർത്തിയെ വർണ്ണിച്ചതിൻ്റെ അർത്ഥം നോക്കിയാൽ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചത് നന്നായി ധരിക്കാം. ശ്രീകൃഷ്ണ രസഭാവത്തെ വിസ്തരിക്കുന്നതാകയാൽ പുസ്തകം അതിവിപുലമാകുമെന്ന ഭയത്താൽ അതിന് പുറപ്പെടാതെ വിരമിക്കുന്നു. അതായത് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത് രസം മാത്രമാണ്, ആനന്ദം മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ശ്രീകൃഷ്ണൻ കാരുണ്യമൂർത്തിയും ഭക്തവത്സലനുമായതുകൊണ്ട് മനുഷ്യലീലയാൽ ഭക്തജനങ്ങളുടെ ഹൃദയത്തെ കവരുന്നവനാണെന്ന് കാണിപ്പാൻ അമൃതദ്രവ സംയുതം, വേറെ ആരും പറയണില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഭഗവാൻ ശ്രീഹരിയുടെ അവതാരം തന്നെയാണ് നരസിംഹം. ഇപ്പം നരസിംഹത്തിനെ അമൃതദ്രവ സംയുതം എന്ന് പറയില്ല, പിന്നെ പരശുരാമനെ പറയില്ല, കൂർമ്മത്തിനെ പറയില്ല, വരാഹത്തിനെ പറയില്ല, മത്സ്യമൂർത്തിനെ പറയില്ല. കാരണം എന്താ? ഈ അമൃതദ്രവ സംയുതം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ശ്രീകൃഷ്ണനോട് ശ്രീകൃഷ്ണൻ ആരോടൊക്കെ സംഘം ചെയ്യണോ അവർക്കൊക്കെ രസാനുഭൂതി കൊടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഒരു വ്യക്തി പ്രഭാഷണം ചെയ്യുമ്പോൾ ആ പ്രഭാഷണത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് വേവ് ലെങ്ത് മാച്ച് ചെയ്യണവർ തന്നെ പലവരും പല അഭിപ്രായം പറയും. പക്ഷെ ശ്രീകൃഷ്ണൻ എന്നുള്ള കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രസാനുഭൂതി മാത്രമാണ്, ആനന്ദം പരമാനന്ദം. അത് ഭഗവാൻ ഹസ്തിനപുരിയിൽ നിന്ന് പല പ്രാവശ്യവും ദ്വാരകയിലേക്ക് മടങ്ങുന്ന സമയത്ത് വഴിയിലൊക്കെ നിറയെ ആൾക്കാരുണ്ടാവും. അവരേനൊക്കെ എങ്ങനെയാണ് ഭഗവാൻ എന്താ പറയുക സംവാദം ചെയ്യണത്, കണ്ണുകൊണ്ടും മുഖം കൊണ്ടും അതായത് കൈകൊണ്ടും സ്പർശിച്ചും ഷേക്കൻഡ് കൊടുത്തിട്ടും ഹസ്തദാനം ചെയ്തിട്ടും
ആലിംഗനം ചെയ്തിട്ടും എല്ലാവരെയും ആലിംഗനം ചെയ്യുന്നുണ്ടോ? ഇല്ല. ഹസ്തദാനം ചെയ്യുന്നവരിന് അല്ലെങ്കിൽ കൈ കാണിക്കുന്നവരുടെയൊക്കെ പ്രായവ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ള ആനന്ദം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടമുള്ള ഒരാൾ കൈ വീശിയാലും ആനന്ദമാണ്, ഇഷ്ടമുള്ള ഒരാൾ ഹസ്തദാനം ചെയ്താലും ഇഷ്ടമുള്ള ഒരാൾ പാറ്റ് ചെയ്താലും, ഇതൊന്നുമില്ലെങ്കിലും ഇഷ്ടമുള്ള ആൾ എവിടെയാണെങ്കിലും ആ ആളെ വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവുന്നു? ആനന്ദം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ പിന്നെ എന്താണെന്നാ പറയുക, ശ്രീകൃഷ്ണൻ കാരുണ്യമൂർത്തിയും ഭക്തവത്സലനുമായതുകൊണ്ട് മനുഷ്യലീലയാൽ ഭക്തജനങ്ങളുടെ ഹൃദയത്തെ കവരുന്നവനാണെന്ന് കാണിപ്പാൻ അമൃതദ്ര സംയുതം എന്ന വിശേഷണം. വെണ്ണ കൊടുത്തോടുന്നവൻ എന്ന ബാലലീലാവർണ്ണനപരമായ അർത്ഥം വെണ്ണകട്ടുണ്ണിയെ കാണുമാറാകണം. വെണ്ണകട്ടുണ്ണിയെ കാണുമാറാകണം എന്ന ഭക്തിഗാനം മലയാളികൾ കേൾക്കാത്തവരായില്ല. നമേ ഭക്തപ്രണശ്യതി എന്ന ഭാഗവത് വാക്യാനുസരണം അമൃതന്മാർ, നശിക്കാത്തവർ ആരൊക്കെയാണ് ശ്രീകൃഷ്ണനെ സ്തുതിക്കണത്? അവരൊക്കെ ആരാ? അമൃതന്മാരാ. അവരൊന്നും നശിക്കില്ല. കാരണം ആരെ പറ്റിയിട്ടാണ് വർണ്ണിക്കണത്? രസാനുഭൂതനെ അല്ലേ? അപ്പോൾ എന്ന ഭഗവത്വാക്യം അമൃതം നശിക്കാത്തവർ ഭക്തന്മാരെന്നും അർത്ഥമാവാം. അവരിൽ ദ്രവം, അനുരാഗമുള്ളവർ. ദ്രവം എന്ന് പറഞ്ഞാൽ ദ്രവിക്കുക, അനുരാഗം. അപ്പം നമ്മൾ എത്ര ആൾക്കാരെ കാണുന്നുണ്ട്? എല്ലാവരെയും കാണുമ്പോഴും ദ്രവിക്കുന്നുണ്ടോ? ഇല്ല. അതായത് ഈ സങ്കുചിതമായ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, പരോക്ഷമായിട്ടുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ദ്രവം എന്ന് പറഞ്ഞാൽ അനുരാഗമുള്ളവൻ. ദ്രവം, അനുരാഗം എന്നർത്ഥം നാമമാലയിൽ കൊടുത്തിട്ടുണ്ട്. ഭക്തവത്സലൻ എന്ന് സാരം. ഭജനം ഒരു കാലത്തും വിഫലമാകയില്ല. അതാണ് നമ്മൾ ചെയ്യാത്തത്. ഭജനം ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോ നിമിഷത്തിലും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനായിട്ട് കോണ്ടംപ്ലേറ്റ് ചെയ്യുക, ഭഗവാനെ ധ്യാനിക്കുക. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഏതവസ്ഥയിലും ഏത് പ്രവൃത്തിയിലും ഭഗവാനെ ധ്യാനിക്കാം. ചെയ്യപ്പെടുന്ന ജോലികൾ ഭഗവത് അർപ്പണമായാൽ മതി. ഞാനൊക്കെ ബോംബെയിലുള്ളപ്പോൾ കുറച്ച് കാലം, ഒരു 4 വർഷം തുണിക്കച്ചവടം ചെയ്തിരുന്നു. അപ്പോൾ ഈ തുണി വാങ്ങിക്കൊണ്ടുവരുന്നത് ക്രാഫോർഡ് മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഏറെ കഴിഞ്ഞ ഒരു 3000, 4000 അല്ലെങ്കിൽ നോട്ട് മോർ ദാൻ 5000 റുപ്പീസിൻ്റെ വാങ്ങണത്. അത് നമ്മളൊരു 7,500 വിൽക്കും. അതാണ് നമ്മുടെ പ്രോഫിറ്റ്. പക്ഷേ അത് ഈ താമസ സ്ഥലത്തേക്ക് വരുന്ന സ്ഥലത്ത് ഒക്ട്രോയ് പറഞ്ഞിട്ട് ഈ മുനിസിപ്പാലിറ്റിക്കാർ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ചാർത്തും, തേച്ച് വിടും. അപ്പോൾ എന്തു ചെയ്യും? അത്രയും വലിയ ബാണ്ണം തോളത്ത് വയ്ക്കും. ഒരു കൈ കൊണ്ട് താങ്ങും, മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ ഓടും. പോകുമ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ സഫാരിക്കാവും, ഷൂ ഒക്കെ ഉണ്ടാവും. എൻ്റെ അല്ല, ഏട്ടൻ്റെ. അതൊരു കാലം. അപ്പോൾ പിറ്റേ ദിവസം ചിലവർ ചോദിക്കും, അനിയൻ വളരെ എന്താ പറയുക, പ്രയത്നിക്കുന്ന ആളാണല്ലോ അല്ലേ ചോദിക്കും. എന്തേ? അല്ല, ഇന്നലെ അനിയൻ വലിയൊരു ബാണം എടുത്തിട്ട് ഓടുന്നു കണ്ടു റെയിൽവേ ട്രാക്ക് കൂടെ. അത് അനിയനല്ല, അത് ഞാൻ തന്നെയാണ് പറയും. എന്ന് പറഞ്ഞാൽ പ്രയത്നത്തിൻ്റെ വേർപ്പ്, അതിനൊരു മാധുര്യമുണ്ട്. പ്രയത്നിക്കാണ്ട് പറ്റില്ല. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താ? ഏത് ജോലിയും ചെയ്യാം. ആ ജോലിയിൽ മനസ്സ് ഈശ്വരീയതിട്ടാൽ അത് മുദ്രിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു ദിവസം ശനി ഞായറാണ് തുണിക്കച്ചവടത്തിന് പോവുക. ചിലപ്പോൾ 10 രൂപ കിട്ടും, ചിലപ്പോൾ 10 രൂപ പോയെന്ന് വരും. കാരണം ഇതൊക്കെ നടക്കുമ്പോൾ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഒന്നും ആയിട്ടില്ല ബോംബെയിൽ. ഒക്കെ 1+3, 1+4 ഇറങ്ങിക്കയറിനെ വേണം. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിനൊക്കെ പറ്റി ആലോചിക്കുമ്പോൾ ഭഗവാൻ നമ്മളിൽ കൂടെ എന്തൊക്കെ ലീലയാടി.
ചായപ്പൊടി കച്ചവടം ചെയ്തു, തുണി കച്ചവടം ചെയ്തു, ബിസി നാട്ടുകാരനെ വയ്ക്കാതെ ഉണ്ടായി. അതൊക്കെ അനുഭവമാണ്. അത് കഴിഞ്ഞൊരു 14 കൊല്ലം എയർ ടിക്കറ്റ് ബിസിനസ്. അപ്പോൾ ഒരു മാരുതി വാനിൽ ആരും അറിയാതെ കണ്ട് ആൾക്കാരെ എയർപോർട്ട് കൊണ്ടുപോയി വിടുക, ടിക്കറ്റ് എടുത്ത് വരാൻ ഡിസ്കൗണ്ടഡ് ഫെയറിൽ. അപ്പോൾ എല്ലാ മേഖലകളിലും സ്നേഹമായി, ഔദാര്യമായി, ബഹുമാനമായി, ആദരവോടുകൂടി ഇരിക്കാൻ പഠിച്ചാൽ മതി. സംഗതി അനുഭവം വിഫലമില്ല, ഫലവത്തന്നെയാവും. അപ്പോൾ ഇവിടെ പറയണു, ഭജനം ഒരു കാലത്തും വിഫലമാകയില്ല. ഭക്തിമാൻ മേ പ്രിയോത്തര. ഭഗവാൻ പറഞ്ഞു, ഭക്തിമാൻ മേ പ്രിയോത്തര. ഭക്തിയുള്ളവൻ എൻ്റെ പ്രിയനാണെന്ന് ഭഗവാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭാഗവതം വായിച്ച് നോക്കി ഇതിൻ്റെ അർത്ഥം കൂടി അറിയണം, വേണ്ടേ? സാധാരണ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അല്ലേ, ഗുരുവായൂരമ്പലത്തിൽ ഭജനിരിക്കണം എത്ര ആൾക്കാരെ കാണാം. അവരുടെയൊക്കെ കാലൊന്ന് തൊട്ട് തലയിൽ വെച്ച ഭക്തി ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് വല്ല സിനിമ സ്റ്റാർ ആരെങ്കിലും സ്വർണ്ണത്ത് കുളിച്ചിട്ടോ അല്ലെങ്കിൽ കസവിൽ കുളിച്ചിട്ടോ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ശരി, അവരെ നമ്മൾ നോക്കിയിരിക്കും നിൽക്കും. ഐ ആം ടോക്കിംഗ് ഇൻ ജനറൽ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഭക്തിമാൻ മേ പ്രിയോത്തര, ഭക്തിയുള്ളവൻ എൻ്റെ പ്രിയനാണെന്ന് ഭഗവാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം ആനന്ദസ്വരൂപനും ഭക്തവത്സലനും വൃന്ദാവന വിഹാരലോലനും ഗോപാലകൃഷ്ണനെ നിരന്തരം വൃന്ദാവന വിഹാരലോലനുമായ ഗോപാലകൃഷ്ണനെ നിരന്തരം ഭജിക്കുവൻ. മഹാവിഷ്ണുവിനെ ഭജിക്കുമെന്ന് പറഞ്ഞതിന് പകരം ഇവിടെ എന്താ പറഞ്ഞത്? ഗോപാലകൃഷ്ണൻ, ഗോപപാലനായ ശ്രീകൃഷ്ണൻ എന്നർത്ഥം വരും. അവിടെ ഗോപന്മാരാരാന്നുള്ളത് മറക്കരുത്, ദേവന്മാരും ഋഷീശ്വരന്മാരാണ്. അപ്പോൾ അവർക്കാണ് ഈ ഭക്തി കണ്ടറിയുള്ളൂ എന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് സാധാരണക്കാരന് ഭക്തി കണ്ടറിയില്ല. അപ്പോൾ ഭാഗവതം 12 സ്കന്ധങ്ങൾ കൊണ്ട് വർണ്ണിക്കുന്ന വിഷയങ്ങളിൽ സ്ഥായി രസം ഭക്തിയാണ്. സ്ഥായി രസം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ തക്കാളി നൂട്ടുണ്ടാവില്ല. സ്ഥായി എന്ന് പറഞ്ഞാൽ സ്ഥിരമായ സ്ഥിരമായ രസം ഭക്തിയാണ്. പഞ്ചമസ്കന്ധം പഠിക്കുകയാണെങ്കിലും ദ്വിതീയ സ്കന്ധം പഠിക്കുകയാണെങ്കിലും അഷ്ടമസ്കന്ധം നവമസ്കന്ധം അത് ചിലതൊക്കെ വായിച്ചാലും തീരില്ല. പഞ്ചമസ്കന്ധം വായിച്ചാലും തീരില്ല. പക്ഷെ എല്ലാറ്റിലും സ്ഥായി ആയിട്ടെന്താണ്? രസം. സ്ഥായി രസം എന്ന് പറയും. അത് ബ്രാഹ്മണ ഹോട്ടലിൽ പോയാലോ എവിടെ നിന്ന് കിട്ടില്ല. സ്ഥായി എന്ന് പറഞ്ഞാൽ സ്ഥിരത. നമ്മുടെ ഭക്തിക്ക് സ്ഥിരത ഉണ്ടാവണം. ദുഃഖങ്ങൾ വരുമ്പോഴും സുഖം വരുമ്പോഴും ഭക്തിയിൽ വെള്ളം ചേർക്കരുത്. നമ്മുടെ ദുഃഖത്തിന് കാരണം വേറൊരാളല്ല, അവരവരെന്നെ എന്ന് മനസ്സിലാക്കിയാൽ സുഖമായി. അപ്പോൾ ശൃംഗാരാദിരസങ്ങൾ അവിടവിടെ കാണുമെങ്കിലും ശൃംഗാരം മുതലായിട്ടുള്ള രസങ്ങൾ അവിടവിടെ കാണുമെങ്കിലും ഭക്തിക്കു തന്നെ പ്രാധാന്യം. ആ സാരത്തെ ഈ 3-ാമത്തെ പദ്യത്തിൽ സംക്ഷേപിച്ച് കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ 3-ാമത്തെ ശ്ലോകം കഴിഞ്ഞത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 4-ാമത്തെ ശ്ലോകം മുതൽക്ക് കുറേ കൂടി സ്പീഡിൽ പോകാൻ പറ്റും. അപ്പോൾ ഏതായാലും അത് ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് വെച്ചു. അപ്പോൾ ഭാഗം 62 അടുത്ത പ്രാവശ്യത്തേക്ക് വെച്ചു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.